ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഒരു 6 or 7 months ആയി എൻ്റെ വീഡിയോ ഇട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കിയറിയാം, നല്ലവണ്ണം ടാൻ അടിച്ചിരിക്കുകയാണ്. എൻ്റെ ഫുൾ ബോഡി ആവട്ടെ, ഫേസ് ആവട്ടെ. അതൊന്നുമല്ല, അവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ച് പോകുന്നത് ഒരു കമ്പൽസറി സാധനമാണ്. എല്ലാവരും ബീച്ച് തന്നെ ആയിരിക്കും ഈ സമ്മർ ടൈമിൽ ഉണ്ടാവുക. സോ ഞങ്ങളൊരു വട്ടം ഇപ്പം അടുത്ത് തന്നെ ഒരു വട്ടം ബീച്ചിൽ പോയി. അതിന് മുന്നേ ഒരു ഫാമിലി പൂള് പോയി. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ടാനടിയാണത്. സോ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾ നാളെ ഒരു ഗംഭീരമായിട്ടൊരു ബീച്ച് ഡേറ്റിന് പോവുകയാണ്. അപ്പം അതിൻ്റെ പാക്കിംഗ് എല്ലാം നമുക്ക് ഒന്ന് കണ്ടാലോ. സോ ഞാൻ ഇവിടെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് പാക്ക് ചെയ്യാൻ എൻ്റെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്, നെയ്തൻ. ഇതോ ഈ മകനും കൂടി പാക്ക് ചെയ്യാം. നമുക്ക് പാക്ക് ചെയ്യാം. ശരിക്കും നാളത്തെ പ്ലാൻ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഫുൾ ഒരു 1 day മൊത്തം ബീച്ച് ആയിരുന്നു. ചെറുതായിട്ടൊരു പ്ലാനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഉച്ചയോട് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോർണിംഗ് വേറെ എവിടെയും പോകാമെന്ന്. അത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൺഫേം ആയിട്ടില്ല. പറഞ്ഞു വരുന്നത് ബ്ലൂബെറി പിക്കിങ്ങിന് പോകാമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്, അറിയത്തില്ല. ഇനി നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് വെയർ വേണം. അത് എവിടെയോ കഴുകാട്ടുണ്ടായിരുന്നു, അതിനെടുത്ത് വരാം. ഓക്കെ, Beach wear. This is the top and this is the trouser or shorts. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നാളെ ബീച്ചിൽ ഇറങ്ങാൻ ഞാൻ ഇടുന്നത്. സോ അത് മടക്കി വയ്ക്കണം. നെയ്തൻ ഒതുങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീച്ച് വെയർ സെറ്റായി. ഇനി നമുക്ക് നാളെ ഇട്ട് പോകാനുള്ള ഡ്രസ്സ്, അത് മെയിൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിടും കൺഫ്യൂഷനാണ്. കാരണം നാളെ കുഞ്ഞാ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലേ, ഉണ്ടാവും നിൽക്കോ പ്ലീസ്. ചീര പൊരിച്ച് വന്നിരിക്കുക. സോ നാളെ ഇട്ട് പോകുന്നത് ബീച്ച് ഡ്രസ്സ് ഇട്ടിട്ടാണ്, അതൊന്നും ഡ്രസ്സ് ഇട്ട് ആണോ പോകുന്നതെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ചോദിച്ചിനുമായിട്ട് വെക്കുകയാണ്. സോ ഞാൻ വിചാരിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇത് കേട് വരത്തില്ല, ഒതുങ്ങിയിരിക്കണേ ഇത് ഇതിനോട് വിളിച്ചെടുത്തപ്പോൾ എനിക്ക് പണിയത്. സോ നമുക്ക് 2 ഡ്രസ്സ് ചൂസ് ചെയ്യാം. കുത്തം കട്ടതേ ഒതുങ്ങിയിരിക്കേ, അതങ്ങനെ പറഞ്ഞ കേൾക്കില്ല, പറഞ്ഞ കുറച്ചുകൂടി തോന കാട്ടും. സോ നമുക്കത് ഇഗ്നോർ ചെയ്യാം. സോ 2 ഡ്രസ്സ് വേണം. ശരിക്കും ഞാൻ എടുക്കാൻ പോകുന്ന 2 ഡ്രസ്സും എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അത് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. സോ ഐ തിങ്ക് ഏതെങ്കിലും ഒന്ന്, അത് നമ്മുടെ സ്റ്റുഡിയോന്ന് മേടിച്ചാണ്. ഇതിനെ ഞാനുണ്ടല്ലോ, ഞാൻ മിക്കവാറും ഈ വീഡിയോ ഓളാണ്. അവ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. കുഞ്ഞാ ബ്ലെസ് യു. സോ ഞാൻ സമ്മതിക്കില്ല. വട്ടവെട്ടി നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഞാൻ പോയിക്കോളൂ കേട്ടോ. ഇതൊന്ന് ഒരു ബീച്ചിലൊരു ടച്ചില്ലേ, അതൊന്ന് ഇടാന്ന് വിചാരിക്കുന്നു. ഇത് ഫുൾ നെറ്റാ. അതിന്റെ ഉള്ളിലൊരു ചെറിയൊരു മിഠായി വേണോ? മിഠായിക്ക് ഇങ്ങനത്തെ കുറേ മതി വീട്ടില്. സോ ഇത് നെറ്റാണ് സാധനം. ഇത് ശരിക്കും എക്സാക്ട്ലി ഒരു ബീച്ച് വെയർ ആണ്. ഇതെടുക്കണോ എനിക്കറിയത്തില്ല. പിന്നെ ചേച്ചി ഇന്നലെ ഇവിടെ ഒരു സമ്മർ ഫെസ്റ്റിന് പോയപ്പോൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്കറിയില്ല അതാണോ എടുക്കേണ്ടതെന്ന്. ബട്ട് ഇതൊരു പക്ക ബീച്ച് വെയർ ആണ്. ലൈക്ക് സ്ലീവ്ലെസ്, കുരുട്ടെ ഞാൻ മിഠായി തരാം, മിണ്ടാതിരിക്കോ പ്ലീസ്. സോ ഇതിടണം. I'm totally confused.
കുഞ്ഞാ ആ ഈ 2 ഡ്രസ്സാണ് ബീച്ചിലേക്ക് പോവാൻ. ഡ്രസ്സ് എന്റെ തരാം, ഞാൻ മിഠായി തരും. അതിന് നീ ഫസ്റ്റ് ഉണ്ടല്ലോ മിണ്ടായിരിക്കണം. സോ ഈ 2 ഡ്രസ്സാണ്. എനിക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പോൾ ഈ 2 ഡ്രസ്സാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടുത്ത് മാറ്റി വയ്ക്കാം. ഏതെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാം. അതല്ലെങ്കിൽ ചേച്ചിയുടെ ഏതെങ്കിലും ഇസ്കാം. സോ നമുക്ക് അടുത്ത സാധനം വേണ്ടത് എൻ്റെ ഫോണിന് സൺസ്ക്രീൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്ത് വയ്ക്കണം. വലിയ കാര്യമായിട്ടൊന്നും പാക്ക് ചെയ്യാനില്ല. ഇപ്പം പറയുകയാണെങ്കിൽ തരാം. അതിന് ഞാനൊന്നും മിണ്ടാതിരിക്കേ പ്ലീസ്. പാട്ട് പാടല്ലേ? ഞാൻ ജമ്പ് ചാടി പാട്ട് പാടല്ലേ? മേമ വീഡിയോ എടുക്കല്ലേ? സോ നമുക്ക് നമ്മുടെ ബാക്കി സാധനം എടുത്ത് വെക്കാം. ഗ്ലാസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ അമ്മീ കുഞ്ഞാ ചോട്ട് പൊട്ടിക്കലടാ. ഇത് ഞാൻ വിചാരിച്ചു ബീച്ചിൽ ഇറങ്ങുമ്പോഴാണുള്ളത്. ആകമൊത്തം ഇതിൽ ചളിയാണ്, പക്ഷെ ബീച്ചിലിറങ്ങുമ്പോൾ ഇത് മതി. ഇതൊക്കെ ഇട്ടിറങ്ങിയാൽ മതി ബീച്ചിൽ. സോ ബീച്ചിൽ നമുക്ക് ഇതിട്ടിട്ട് ഇറങ്ങാൻ ഞാൻ വിചാരിക്കുന്നു. അതെ. പിന്നെ നമ്മുടെ പുറത്ത് ഇറങ്ങി സ്റ്റൈൽ ചെയ്ത് നടക്കാം. ഈ ഒരു ഗ്ലാസ് ഞാനും ചേച്ചി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും. ചിലപ്പോ ചേച്ചി ഞാനിടും, എന്റെ അവളിടും. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ഇത് കൂടെ തൊള്ള വിളിക്കണുണ്ട് ഇവിടെ. എൻ്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഉറക്ക സൗണ്ട് ഉണ്ടാക്കും. അതാ പ്രശ്നം. എനിക്കൊരു സാധനം തരില്ല കേട്ടോ വേമ. ഇല്ല, തരില്ല. ഒതുങ്ങിയിരിക്കും കുഞ്ഞ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 എണ്ണം. അപ്പോൾ ഇതെടുത്ത് വെക്കണം. കുഞ്ഞുമണി ഒന്ന് ഒതുങ്ങി നിൽക്ക്. കഷ്ടമാണ്. ഇതിന് അങ്ങോട്ട് ആരും വിളിക്കണില്ലല്ലോ താഴത്തേക്ക്. നീ കണ്ടപ്പോ അയ്യയ്യാതി ലോഷൻ, ഒരു ബോഡി ലോഷൻ. ഈ വീഡിയോ എന്താവുന്ന എനിക്കറിയത്തില്ല. ഇതിന് ഏതെൻ്റെ സൺസ്ക്രീൻ ആണ്. അതുകൂടെ ഇരിക്കണം. അതിൻ്റെ എനിക്ക് വേണ്ട പോകണം കൊണ്ടുപോകാം. അത് എൻ്റെ ബാഗിൽ വെച്ച് പോയത് കേട്ടോ. പിന്നെ ഒരു സൺസ്ക്രീൻ അതൊന്ന്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഈ സാധനം ഇത് ശരിക്കും ഇതിൽ എഴുതിക്കുന്നത് ബോഡി ലോഷൻ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത് ബോഡി ലോഷൻ അല്ല, ഇത് ഫേസ് വാഷാണ്. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിനി ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അത് പിന്നെന്താ, പിന്നെ ഇത് ശരിക്കുള്ള കാണില്ലല്ലോ ലോഷനാണ്. അതൊക്കെ എന്താണ് അന്ന് ബീച്ചിൽ പോകുമ്പോൾ ബീച്ച് കൊണ്ടുപോയ ബാഗാണ്. ആയിട്ടില്ല എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയതെന്നാ പോയതിപ്പോ ഒരു 2-3 ദിവസം 4 ദിവസം അത് ഉണ്ട്. പിന്നെ എൻ്റെ കാണാതെ പോയ ചെറിയൊരു മേക്കപ്പ് ഇട്ടേക്കുന്ന സാധനമാണ്. അതിൽ ഇത് കാണാതെ ആയിട്ട് ഞാൻ 3 ദിവസം മേക്കപ്പ് ഇട്ടില്ല ജോലിക്ക് പോകുമ്പോൾ. ഒന്നുമില്ല, കാര്യമായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു കൺസീലർ ഉണ്ട്, ഒരു മസ്കാര ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്, ഒരു ബ്ലഷ് ഉണ്ട്, ബ്രഷും ബ്ലഷും പിന്നെ ഒരു സ്പ്രേ ഉണ്ട്, ഒരു സ്പഞ്ച് ഉണ്ട്. അങ്ങനെ ചെറിയ സാധനമാണ്. ഇതൊക്കെ വെറുതെ കൊണ്ടുപോവാ. അതൊക്കെ ചിലപ്പോൾ എടുത്തിടും. ഇവിടെ ബീച്ച് നീന്തല കഴിഞ്ഞിട്ട്
റെഡി ആവാൻ തോന്നുകയാണെങ്കിൽ എടുത്തിടാൻ വിചാരിച്ചിട്ട് വെറുതെ വെക്കുന്നു എന്ന് പറയാം. പിന്നെ ഇതിന് ഏതെൻ്റെ ഒരു പൊട്ട ഗ്ലാസ്, ഇതിലാണ് ഞാൻ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. നന്നായി ഇനിയിപ്പോ ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു. ഇനിയിപ്പോൾ എന്താ ഉള്ള, ഇനിയിപ്പോൾ ഒന്നുമില്ല കാര്യമായിട്ട്. ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ വേണ്ടു. ആ പിന്നെ എന്താ, ടർക്കി വേണം, അതൊക്കെയാണ്. അതൊക്കെ ചേച്ചി എടുത്തോളും. പിന്നെ അച്ഛൻ്റെ ഡ്രസ്സും ഇതിലേക്ക് വെക്കണം, എൻ്റെ ഈ ബാഗിലേക്ക് തന്നെ കയറ്റണം. അതൊക്കെ തന്നെയാണ്. അത്ര തന്നെ ഉള്ളൂ, വേറെ ഇപ്പോൾ ഒന്നും കാര്യമായിട്ടില്ല. ഇല്ല, അതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ചാർജർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബീച്ച് ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്. ഒന്നുമില്ലേ സത്യം പറയുകയാണെങ്കിൽ, വെറും നിസ്സാര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബീച്ച് ഡേറ്റിന് പോകാനുള്ള പാക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. ഇനി മിക്കവാറും നമുക്ക് ബീച്ചിൽ പോയിട്ടുള്ള അവിടെയുള്ള കാര്യങ്ങളൊക്കെ ആവും അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ. ഒരു മോട്ടെ.